തൊട്ടതെല്ലാം നിനക്ക് തകർച്ചയായിരുന്നു. ഇന്ന് രാവിലെ യേശു നിന്നെ അടിമുടി മാറ്റാൻ പോവാ കേട്ടോ. നിന്റെ ജീവിതത്തിനകത്തൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാവിലെ വ്യാപരിക്കാൻ പോകുകയാ. എല്ലാ ദൈവത്തിൻ്റെ മക്കളും യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാവരും കൂടെ അധരമൊന്ന് തുറന്ന് ഈ ചെറുപ്പക്കാരന് വേണ്ടി ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവത്തിനൊരു. അമ്മ മരിച്ചുപോയി, ആരുമില്ല, ഒറ്റപ്പെട്ട് നിൽക്കുക. ഞാൻ നിന്നെ കണ്ടപ്പിനോട് ദൈവം പറഞ്ഞെന്നറിയോ? നീ രക്ഷപ്പെടുമെന്നാ പറഞ്ഞത്. ഇന്ന് രാവിലെ നിന്റെ ജീവിതം മാറാൻ പോവാ. എടാ മോനെ, ദൈവം എന്നോട് പറയുന്നത് നിന്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു നിന്റെ കല്യാണം കാണണമെന്ന്. നിന്റെ അമ്മ ആഗ്രഹിച്ചിരുന്നു, നിന്റെ അപ്പൻ ആഗ്രഹിച്ചിരുന്നു. നിനക്ക് വേറെ ആരും ഇപ്പം ഇല്ല, പക്ഷെ യേശു നിന്റെ കൂടെ ഉണ്ട്. 37 വയസ്സുള്ള നിന്റെ മേൽ എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഇവനെ കൊല്ലാൻ കയറിയ പിടിച്ചോ 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 പിടിച്ചോ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് അഴിഞ്ഞു മാറ്. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഈ മകൻ സ്വാതന്ത്ര്യമാകുക. യേശു അവനെ വിടുവിക്കാൻ പോവാ. എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ച് ഈ ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ രക്ഷപ്പെടാൻ പോവാ. ഇവനെ രക്ഷപ്പെടുത്താതിരിക്കത്തക്ക പോലെ ഇവനെതിരെ 4-ാം വേദത്തോട് ബന്ധപ്പെട്ട് കടുംകെട്ടിയ പാരുകൾ ഈ രാവിലെ പൊട്ടുന്ന ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം, ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം ഇവന്റെ മേൽ അസാധാരണ ദൈവത്തിന്റെ തീ വ്യാപരിക്കുക. അഴിഞ്ഞോ, ഇവനെ കെട്ടോ പൊട്ട കേട്ടഴുതേ എടുക്കുവനെ ചരത്തുള്ള കേട്ടല്ല. കവറെടുത്തേ, എടുത്തേ. ആ കൈവശമൊക്കെ പൊട്ടിട്ട് വളരെ പെട്ടെന്ന് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് അന്യഭാഷ പറയാൻ പറ്റുമെങ്കിൽ അന്യഭാഷ പറഞ്ഞ് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ചെറുപ്പക്കാരൻ ഇന്ന് രാവിലെ ഇവിടെ ആരാധനയ്ക്ക് വന്ന് ഈ ചെറുപ്പക്കാരൻ വിടുവിക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നിന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പ്രവചിക്കുക. നിന്റെ അമ്മയെ കൊന്നു കളഞ്ഞ, നിന്റെ അപ്പനെ കൊന്നു കളഞ്ഞ, നിനക്ക് ആരോരും ഇല്ലാതാക്കിയ ഒരു ദുഷ്ടവ്യാപാരം ഇന്ന് രാവിലെ ഉണ്ട്. കർത്താവ് അതിനെ പൊട്ടിച്ചു കളയും. നിന്റെ ഈ വർഷം തീരുന്നതിന് മുൻപ് 37 വയസ്സുള്ള നിനക്ക് വിവാഹം നടക്കും. നിനക്ക് വിവാഹം നടക്കാതിരിക്കാൻ നിന്നെ കെട്ടി നിന്നൊരു 4-ാം വേദത്തിന്റെ കെട്ടുണ്ട്. ഇന്ന് രാവിലത്തെ പ്രാർത്ഥനയിൽ ദൈവം അതിനെ പൊട്ടിച്ചു കളഞ്ഞ് നിനക്കൊരു വിമോചനം തന്ന് നിന്നെ കുടുംബസ്ഥനാക്കുമെന്ന് ഇന്ന് രാവിലെ കർത്താവ് നിന്നോട് തൂത് പറയുക. മോനെ, നീ എന്നെ നോക്ക, കണ്ടു തുറന്നേ, നീ കണ്ടു തുറക്ക. കണ്ട്, നിന്റെ ശരീരത്തിൽ നിന്നൊരു കെട്ടുപോയിട്ടുണ്ട്. യേശു നിന്നെ വിടുവിച്ചിട്ടുണ്ട്. ഇനിയുള്ള ആയുസ് യേശുവിന് വേണ്ടി ജീവിക്കണം. ജീവിക്കല്ലോ, ജീവിക്കും. നിന്റെ കല്യാണം നടക്കും. നിന്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചു, സത്യ. 2 പേരും മരിച്ചുപോയി. എടാ, നിന്നെയും കൂടെ കൊല്ലാനായിരുന്നു എഴുതിയേ. പക്ഷെ ദൈവം നിനക്ക് ആയുസ് തന്ന. നീ ഇന്നിവിടെ വരണമെന്ന് ദൈവം വിചാരിച്ച 37 വയസ്സുള്ള നിന്റെ വിവാഹം ദൈവം നോക്കാൻ പോവാ.